ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. അത് കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങൾ ചോദിച്ച ഒരു ചോദ്യം, അതായത് ആ ചോദ്യം എന്ന് പറയുന്നത് ആഗ്രഹിക്കുന്ന സമയത്ത് അല്ല വരണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് വരാത്തതും പിന്നെ വെറുതെ ഇരിക്കുന്ന സമയത്ത് വരുന്നതുമായിട്ടുള്ള അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഉറക്കം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉത്തരം. പക്ഷേ അത് എപ്പിസോഡ് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു പ്രിയപ്പെട്ട ചേട്ടൻ വന്നിട്ട് പറഞ്ഞു ശരിക്കും അതിൻ്റെ ഉത്തരം അതല്ല. അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഭാര്യ. ശരിയാ, കറക്റ്റ് കേട്ടോ, അതാണ് കറക്റ്റ്. എന്താണ് വെറുതെ, അതായത് വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ വരില്ല, വെറുതെ ഇരിക്കുമ്പോൾ വരും. വേറെ എന്താ, ഞാൻ അതിനൊരു പേര് ഗ്ലിൻഡിസ്. ഗ്ലിൻഡിസ് എവിടെയാ, സ്ഥലം എവിടെയാണ്? ഞങ്ങളിപ്പോ പന്തളത്ത് മാന്തു എന്ന് പറഞ്ഞ സ്ഥലത്ത്. ശരി ശരി. ഞങ്ങൾ ശരിക്കും കുവൈത്തിലാണ്. ഞങ്ങളിപ്പോ വെക്കേഷൻ വന്നിരിക്കുകയാണ്. ഓക്കെ, എത്ര ഇപ്പൊ ഒരു മാസത്തേക്ക് വന്നിരിക്കും? ഒരു മാസത്തേക്ക്. അടുത്ത മാസം 24-ാം തീയതി ഞങ്ങള്. ശരി. ആ കുവൈത്തിൽ ഇപ്പം ആ ഒരു വേദനയുടെ നിമിഷങ്ങളൊക്കെ കഴിഞ്ഞോ? അയ്യോ, അത് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം അതിന് സമാനമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ശേഷം 1-2 പ്രാവശ്യം വന്നു. പക്ഷെ അതൊന്നും അത്ര ആയിട്ടില്ല, പുറത്ത് അത്രയും എത്തിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ ഈ സംഭവങ്ങൾ നടക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലായിട്ട് ഉണ്ട്. അത് വേറെ ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ എമിറേറ്റ്സിൽ മാത്രം, മറ്റുള്ള ഈ ഇങ്ങനെയുള്ള ഇവിടെ ഗൾഫ് കൺട്രിയിൽ മാത്രം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരാൻ? അത് ഇത് ഈ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടുത്തെ ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ മറ്റാരുടെയോ അനാസ്ഥയല്ലത്. ഇത് അവിടുത്തെ ടെമ്പറേച്ചറാ, അതൊന്നും ചെയ്യാൻ കഴിയില്ല. അത് അവിടുത്തെ അത്രയും ചൂടാണ്. അവിടെ 50 ഡിഗ്രി മേലൊക്കെ ടെമ്പറേച്ചർ വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ കുറ്റമല്ല, അത് നോർമലാ, അത് സംഭവിക്കും. അതിപ്പോ നമ്മുടെ ഇവിടെ ആണെങ്കിൽ പോലും സംഭവിക്കും. പിന്നെ നമ്മുടെ ഇവിടെ മാക്സിമം ടെമ്പറേച്ചർ എത്രയാണ്? 40 അങ്ങനെ വരും, 40-41 അല്ലേ? അവിടുത്തെ ടെമ്പറേച്ചർ എബവ് 50, ഇപ്പൊ 55 ആയിരിക്കും. അപ്പോൾ ആ ടെമ്പറേച്ചറിലൊന്നും ആലോചിക്കാൻ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ആരുടെയും ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ ആ കുവൈറ്റ് എന്ന് പറഞ്ഞ രാജ്യം അങ്ങനെ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിയോ? അല്ല, അവരുടെ കുറ്റമല്ല, അവരെ സംബന്ധിച്ച ഒരു കുറ്റമല്ല. അത് അവിടുത്തെ ടെമ്പറേച്ചർ. ഇപ്പൊ നമ്മുടെ ഇവിടെ വണ്ടി കത്തുന്നില്ലേ? കാറുകൾ കഴിഞ്ഞ ദിവസം പാലക്കാട് ഇടുക്കിയിൽ ഒരു വണ്ടി, അതെന്തുകൊണ്ടാണ്? അപ്പൊ അത് നമുക്ക് ഒരിക്കലും, പിന്നെ ഇലക്ട്രിക്കലാണ്, അറിയാലോ, നമുക്കൊന്നും പറയാൻ കഴിയില്ല. ടെമ്പറേച്ചർ. ഞാൻ വർക്ക് ചെയ്യുന്നത് അവിടെ GMC സർവീസ് സെന്റർ വർക്ക് ചെയ്യുന്നു. GMC അറിയാലോ, അമേരിക്കൻ. ജോലി ചെയ്യുന്നുണ്ടോ? സ്റ്റാഫ് നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. എത്ര വർഷമായി ഇപ്പൊ അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? 2005 തൊട്ടുണ്ട് അല്ലേ? ഹൈ, പേരെന്താണ്? അവിടത്തേക്കാളും ചൂട് ഇവിടെയാണോ, കേരളത്തിലാണോ ഇപ്പൊ നോക്കുമ്പോ? ഹ്യൂമിഡിറ്റി കൂടുതലാണ്. ഡ്രൈ അല്ലേ, അപ്പൊ നമുക്ക് അത്രയും. പിന്നെ തന്നെയല്ല, ഇവര് പുറത്തു പോകുന്നില്ല. ശരിയാണ്. വീട്ടിലെ AC ആണ്. അത് കഴിഞ്ഞാൽ വണ്ടിയിൽ പോകണമെങ്കിൽ വണ്ടിയിൽ AC. എത്രയിൽ പഠിക്കണം? 7th പഠിക്കുന്നു. പഠിക്കാനൊക്കെ മിടുക്കനാണോ? ഓക്കെ. ട്രിവാൻഡ്രം വന്നിട്ട് എല്ലാം കണ്ടോ? ഓൾമോസ്റ്റ് എല്ലാം കണ്ടു. ശരി. പേരെന്താണ് ബ്രോ? ഓക്കെ. എത്രയിൽ പഠിക്കണം? 11th പഠിക്കുന്നു. പഠനമൊക്കെ സൂപ്പർ ആയിട്ട് പോകുന്നുണ്ട്. അടിപൊളി. എന്താ ഹോബീസ് എന്തൊക്കെയാണ്? പാട്ട് പാടും. പാടും, പാടാമല്ലോ. രണ്ടുപേരും പാട്. അച്ഛനും പാടാറുണ്ടോ? ഇല്ല, കൊയറിലുണ്ടെന്നുള്ളൂ. ഞാൻ ചർച്ച് കൊയറിലുണ്ടെന്നുള്ളൂ. രണ്ടുപേരും കൂടി ഒരു പാട്ട് പാടാവോ പ്ലീസ്? എന്നാ പിന്നെ മോനെ ഇവിടെ വന്നാൽ മതി. കേൾക്കട്ടെ, നമുക്ക് കേൾക്കണല്ലോ, ആൾക്കാരെ കേൾക്കണല്ലോ. അതായത് രണ്ടുപേരും തള്ളി വിട്ടിട്ട് ഇവരെ അങ്ങോട്ട് മാറി കേട്ടോ. ഇഷ്ടമുള്ള പാട്ട്, ഏത് പാട്ട് പാടും? റെഡി, 1 2 3 സ്റ്റാർട്ട്. രക്ഷക ഗായക പാലക നമോ, രക്ഷക ഗായക പാലക നമോ, സ്നേഹത്തിൻ വീണയാം യേശുനാഥ, വാഴ്ത്തിടാം ഞങ്ങൾ വണങ്ങിടാം, വാഴ്ത്തിടാം ഞങ്ങൾ വണങ്ങിടാം, രക്ഷക ഗായക പാലക നമോ, കമനീയ രൂപനേ കാരുണ്യവാരിതേ, കരതാരിൽ ഞങ്ങളെ കാത്തിടു നീ, കമനീയ രൂപനേ കാരുണ്യവാരിതേ, കരതാരിൽ ഞങ്ങളെ കാത്തിടു നീ, കനക പ്രതീക്ഷകൾ രാഗം രചിക്കുമെൻ മനസ്സിനു താളമായി നീ വരില്ലേ,
നാദാ നീ വരില്ലേ രക്ഷക ഗായക പാലക നമോ. സൂപ്പർ സൂപ്പർ, ഗംഭീരം കേട്ടോ, അടിപൊളി അടിപൊളി, ഗ്രേറ്റ് ഗ്രേറ്റ്. അപ്പൊ നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം അല്ലേ? അപ്പോ ആദ്യം തന്നെ ആ ഒരു അല്ലെ ആഗ്രഹിക്കുമ്പോൾ വരാത്തതും അല്ലെ വെറുതെ ഇരിക്കുന്നതും. ശരി, അപ്പൊ നമ്മൾ ഒരു 10 ചോദ്യങ്ങൾ, 10 ഫണ്ണി ഒരു 10 ഫണ്ണി ചോദ്യങ്ങൾ അറിയാമെങ്കിൽ പറയാം. ഓക്കെ, കൂടുതൽ ആരാണ് ഉത്തരം പറയുന്നത് അവർക്ക് സമ്മാനം തരാം. ചോദ്യം കേട്ടോ, ചോദ്യം. നമുക്കെപ്പോഴും നമ്മുടെ സ്ഥലം നമ്മുടെ മലയാളികളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുന്ന ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവിടെ നല്ലൊരു കൂട്ടായ്മ ഉണ്ടാക്കും അല്ലെ, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കും. ആ സൗഹൃദം എപ്പോഴും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ മലയാളികൾ. ചോദ്യം ഇതാണ്, കഴിക്കാൻ പറ്റുന്നതും എന്നാൽ പേരിൽ കട്ടക്ക് നിൽക്കുന്നതുമായ പഴം ഏതാണ്? എപ്പോഴും കട്ടക്ക് നിൽക്കുന്ന സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ ഉണ്ടാവും, എന്നാൽ കഴിക്കാൻ പറ്റുന്നതും എന്നാൽ കട്ടക്ക് നിൽക്കുന്നതുമായ പഴം, ഫ്രൂട്ട് ഏതാണ്? കുസൃതിയാണേ, പഴം മീൻസ് പഴം അല്ലല്ല, അതായത് ഒരു ഫ്രൂട്ടാണിത്. ഫ്രൂട്ട് നമ്മളെല്ലാവരും കഴിക്കുന്നതാണ്. കഴിക്കാൻ പറ്റും എന്നാൽ പേരിൽ തന്നെ കട്ടക്ക് നിൽക്കുന്നതുമായിട്ടുള്ള ഒരു ഫ്രൂട്ട് ഏതാണ്? പേരിൽ ഈ ഫ്രൂട്ടിന്റെ പേരിൽ കട്ടക്ക് നിൽക്കുന്നു മീൻസ് കട്ടക്ക് നിൽക്കുന്നു പറഞ്ഞാൽ കൂടെ എപ്പോഴും ഉണ്ട്, എല്ലാത്തിനും ഉണ്ട് എന്നുള്ളൊരു അർത്ഥം വരുന്ന ഒരു ഫ്രൂട്ട് ഉണ്ട്. വാട്ടർമെലൺ അല്ല, അതായത് നമുക്കിത് കഴിക്കാൻ പറ്റും, കഴിക്കാൻ പറ്റും എന്നാൽ കൂടെ എപ്പോഴും കൂടെയുള്ള ഒരു മീൻസ് എല്ലാത്തിനും കൂടെ നിൽക്കുന്നു എന്നുള്ളതിന്റെ ഒരു അർത്ഥം വരുന്നതുമായിട്ടുള്ള ഒരു ഫ്രൂട്ട് ഏതാണ്? സപ്പോർട്ടിക്ക, റൈറ്റ്, സപ്പോർട്ട്. അവർ തെറ്റുപോയി. ഇത് ഒരേ ശരീരമാണല്ലോ, ഒന്നാണെന്ന് നമ്മളെല്ലാം ഞാൻ പറഞ്ഞാലും ഭാര്യ പറഞ്ഞാലും സെയിം അല്ലേ? ശരി, രണ്ടാമത് ചോദ്യം. പിന്നെ ഈ എപ്പോഴും പറയാറുണ്ട്, ഡോക്ടേഴ്സ് പറയാറുണ്ട്, നമുക്ക് അസുഖമില്ലെങ്കിലും ജസ്റ്റ് പുറത്തൊക്കെ പോയി വീട്ടിൽ വന്നാൽ ജസ്റ്റ് ഒന്ന് ആവി പിടിക്കുക അല്ലെ, ഒരു അല്ലെ നെബുലൈസ് വെച്ചിട്ട് ഒന്ന് ചെയ്യണം എന്നുള്ളത് പൊതുവെ പറയാറുണ്ട്. ആവി പിടിച്ചാൽ വടിയാകുന്നത് എന്താണ്? കുസൃതിയാണ്. റൈറ്റ് ആൻസർ, റൈറ്റ് ആൻസർ, റൈറ്റ് ആൻസർ. ആവി പിടിച്ചാൽ വടിയാകുന്നത് പുട്ട്. മൂന്നാമത്തെ ചോദ്യം. ഓക്കെ, പേരിൽ വഴിയുള്ള പച്ചക്കറി. പേരില് വഴി, വഴി, വഴുതനങ്ങ അല്ല, അതൊരു ഇംഗ്ലീഷ് ടൈപ്പിലാണ് വരുന്നത്. പേരിൽ വഴി എന്ന് പറഞ്ഞാൽ ഒരു പേരിൽ വേ വരുന്നത് വേ എന്നല്ല അർത്ഥം വരുന്നേ, വെജിറ്റബിൾ ആണ്. ഒരു ക്ലൂ തരാം, അത് ആൽഫബറ്റ് ആരംഭിക്കുന്ന ബി. ബീട്രൂട്ട്, റൂട്ട്, ബീട്രൂട്ട്, ബീട്രൂട്ട്, ബീട്രൂട്ട്. ഓക്കെ, നാലാമത്തെ ചോദ്യം. ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും മാസം മാസം മാറ്റുന്നത് എന്താണ്? അതായത് മാസാമാസം എന്ന് പറയാൻ പറ്റില്ല, അത് നമുക്ക് ആ ഒരു മാസം മാത്രമേ അതിന്റെ ഒരു ഇതുണ്ടാവൂ. ഒരു ചെറിയൊരു മാറ്റം വരാം. ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും വർഷാവർഷം മാറ്റുന്നത്, അങ്ങനെയും വേണമെങ്കിൽ പറയാം. ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും വർഷാവർഷം മാറ്റുന്നത് എന്താണ്? നമ്മത് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും അതിന്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ വർഷമാണ്, ഒരു വർഷമാണ്. കുസൃതിയാണ്, എന്നാൽ ഇത് യഥാർത്ഥത്തിലൊരു ചോദ്യമാണ് കേട്ടോ. അതായത് നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ തന്നെ നമ്മൾ ഒഴിവാക്കും. അത് പറയുന്നത് അതായത് ഒരു വർഷം മാത്രം ഇതിന് വാലിഡിറ്റി. ഒറ്റ ഇല്ല, ചരിത്രം എന്ന് പറഞ്ഞാൽ ഈ കലണ്ടർ എന്ന് പറയും. കലണ്ടർ അത് ഉപയോഗിച്ചില്ല, അത് ഒരു വർഷമാണ് അതിന്റെ ഒരു വാലിഡിറ്റി. റൈറ്റ് ആണ്. ഓക്കെ ഓക്കെ, അടുത്ത ചോദ്യം. വളരെ ബഹുമാനപൂർവ്വം പറയുന്ന ഒരു രാജ്യത്തിന്റെ പേരെന്താണ്? വളരെ ബഹുമാനപൂർവ്വം റെസ്പെക്ട് കൊടുത്ത ആ ഒരു വാക്ക് വരും. റെസ്പെക്ട് കൊടുത്ത് പറയുന്ന ഒരു വാക്ക് ഈ രാജ്യത്തിൽ വരുന്നത്. വളരെ ബഹുമാനപൂർവം എന്നുള്ള ഒരു പദത്തിലാണ് ഇത് ആരംഭിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ പേര് നമ്മൾ റെസ്പെക്ട് കൊടുക്കുന്ന ഒരു വാക്കിന്റെ ഒരു കൺട്രി. നമ്മൾ ഈ റെസ്പെക്ട് കൊടുത്ത് ഒരാളെ, ആണുങ്ങളെയാണെങ്കിലും പുരുഷന്മാരാണ് സ്ത്രീ, നമ്മൾ റെസ്പെക്ട് കൊടുത്ത് പറയുന്ന ഒരു വാക്ക് മലയാളത്തിലാണ് ഇത് വരുന്നത്. മലയാളത്തിലാണ് ഇതിന്റെ ആ വാക്ക് വരുന്നത്. നമ്മളിപ്പോ സ്റ്റേജിൽ നിന്നൊക്കെ നമ്മൾ ഒരാളെ ക്ഷണിക്കുന്ന സമയത്ത് ശ്രീലങ്ക റൈറ്റ് ആൻസർ. ശ്രീലങ്ക,
പിന്നെ അടുത്ത ചോദ്യം, തൊലി മാറ്റിയാൽ പേര് മാറുന്നത് എന്തിനാണ്? ഇതിന്റെ മുകളിലുള്ള തൊലി മീൻസ് കവർ അത് മാറ്റിക്കഴിഞ്ഞാൽ പേര് മാറും. എന്താണ്? ഫ്രൂട്ട് അല്ല ഇത്. ഒരു എന്താ പറയാ, ഈ മേഖലയിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടതാണിത്. കാർഷിക മേഖല. തൊലി മാറ്റിയാൽ പേര് മാറും. ചില ഡോക്ടേഴ്സ് പറയും അധികം കഴിക്കാൻ പാടില്ലെന്ന് പറയും. ചില ആൾക്കാരോട്, സ്പെഷ്യലി ചില ആൾക്കാരോട് തൊലി മാറ്റിക്കഴിഞ്ഞാൽ വരുന്ന പ്രൊഡക്റ്റ് കൂടുതൽ കഴിക്കാൻ പാടില്ല എന്ന് പറയും. എന്നാൽ മലയാളികൾക്ക് ഇത് ഒഴിവാക്കാനും പറ്റത്തില്ല. അല്ല ഫ്രൂട്ട് അല്ല. വെജിറ്റബിൾ അല്ല. മീൻസ് അരി. റൈറ്റ് ആൻസർ. നെല്ലിന്റെ കവർ മാറ്റി കഴിഞ്ഞാൽ അരി. ചില ഡോക്ടേഴ്സ് പറയും. അടുത്ത ചോദ്യം. ഓക്കെ, ഞാൻ പകലുറങ്ങുകയും രാത്രി കരയുകയും ചെയ്യും, പക്ഷെ ഞാൻ കരയും തോറും ചെറുതാവും. ഞാൻ പകലുറങ്ങും, രാത്രി കരയും കേട്ടെ, പക്ഷെ ഞാൻ കരയും തോറും ചെറുതാവും. ഇതൊക്കെ കുസൃതിയാണ്, ആ രീതിയിൽ എടുത്താൽ മതി. ഞാൻ പകലുറങ്ങും, രാത്രി കരയും, പക്ഷെ കരയും തോറും ഞാൻ ചെറുതായിക്കൊണ്ടേയിരിക്കും. ഇതൊരു പ്രൊഡക്റ്റാണ്. ഇതൊരു പ്രൊഡക്റ്റാണ്. കഴിക്കാൻ പറ്റില്ല. മിക്കവാറും വീടുകളിലൊക്കെ അല്ല. അതായത് ഞാൻ പകലുറങ്ങുകയും രാത്രി കരയുകയും ചെയ്യും. ഞാൻ കരയും തോറും ഞാൻ ചെറുതായിക്കൊണ്ടേയിരിക്കും. ക്ലൂ എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രൊഡക്റ്റാണ്. നമ്മുടെ ഈ മത ആചാരവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ഒരു എന്താ പറയാ, ഈ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് വരുന്നൊരു പ്രൊഡക്റ്റാണിത്. അല്ല, ഏതാണ്ട് കടുത്തെത്തി. കാൻഡിൽ. റൈറ്റ് ആൻസർ. മെഴുകുതിരി. ഞാൻ കരയും, പകലുറങ്ങും, രാത്രി കരയും. ഓക്കെ, ഫൈനൽ ചോദ്യം കേട്ടോ. പേരിൽ പഴമുണ്ടെങ്കിലും രുചിയോ മണമോ ഇല്ലാത്ത എന്താണ്? പേരിൽ പഴമുണ്ട്, പക്ഷെ ഇതിന് രുചിയില്ല, മണമില്ല. ഒരു പഴം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇതിന്റെ പേരിൽ പാട്ടുണ്ട്. കുറച്ച് പഴയ ഒരു സിനിമയിൽ ഇതിന്റെ ഒരു പാട്ട്. ആലിപ്പഴം. റൈറ്റ് ആൻസർ. പഴമുണ്ട്. ആലിപ്പഴം എന്ന് പറയും. ഓക്കെ, ആലിപ്പഴം പേര് കേട്ടിട്ടില്ല, പാട്ട് കേട്ടിട്ടില്ല. പിന്നെ കുട്ടി. ശരി, അപ്പൊ കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്ന ചേച്ചിയുടെ പേര് പറ. ഓക്കെ, ചേച്ചിയാണ് ആദ്യം പറഞ്ഞത്. എനിക്കൊന്നും അറിയില്ല, ക്ലൂ തരണം, പറഞ്ഞു തരണം. സത്യം പറഞ്ഞെങ്കിലേ എനിക്കറിയില്ലാന്ന് എനിക്കറിയാം, അവൾക്കറിയാന്ന് എനിക്കറിയാം. അപ്പൊ കുഴപ്പമില്ല, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്, ധൈര്യമായിട്ട് വിളിച്ചത്. ശരി, അപ്പൊ എന്തായാലും മാഡത്തിന് ഞങ്ങളുടെ ഇഞ്ചോടി ആര് പറഞ്ഞാലും ഒരേപോലെ അല്ലേ. വീട്ടിലേക്കാണല്ലോ ഇതൊക്കെ പോണത്? വീട്ടിലേക്കല്ല, ശരി. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ചേച്ചിക്ക് ഇഞ്ചോടിഞ്ച് എന്ന് പറയുന്ന പ്രോഗ്രാം നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനമാണ്. ഈ സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് ഇതൊരു സ്നേഹ സമ്മാനം, മനോഹരമായിട്ടുള്ള പാട്ടും പാടി എല്ലാം കൊണ്ട് സൂപ്പറായിട്ടുള്ള എപ്പിസോഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമ്മാനം നൽകുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട വോഡാഫോൺ കോമഡി സ്റ്റാർ എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ ടീം 4 സ്റ്റാർ ചിരിക്കുടുക്ക എന്ന ടീമിലൂടെ ഒക്കെ നമ്മളെ കുടുകൂടെ ചിരിപ്പിച്ച പ്രിയപ്പെട്ട ഒരു താരത്തെ ക്ഷണിക്കുകയാണ്, ശ്യാം മങ്ങാട്. അപ്പോൾ ശ്യാമറിനാണ് ഈ ഒരു സ്നേഹ സമ്മാനം നൽകുന്നത്. VMTV എല്ലാവരും ടച്ച് ചെയ്തു. VMTV ന്യൂസ് ചാനൽ നൽകുന്ന വിഘ്നേശ്വര നൽകുന്ന ഞങ്ങളുടെ ഇഞ്ചോടിഞ്ചിന് സ്നേഹം നിറഞ്ഞ സമ്മാനം. ആദ്യമായിട്ടാണ് ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് സമ്മാനം വാങ്ങിക്കുന്നത്? ആയിരിക്കും. സ്റ്റേജിൽ നിന്നൊക്കെ ഒരുപാട് സമ്മാനങ്ങളൊക്കെ ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ട്. ചാനൽ ഫസ്റ്റ് ടൈമാണ് അല്ലേ? ശരി, അപ്പോൾ ചിന്തിക്കണം, എന്തുണ്ടെങ്കിലും പിറകോട്ടേക്ക് പോകാൻ പാടില്ല. അതിലങ്ങ് മത്സരിച്ച് ഹാപ്പി ആയിട്ട്. ഓക്കെ ഇല്ല. ഓക്കെ, സന്തോഷം. അപ്പൊ ഇഞ്ചോടിഞ്ചിന് ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം അവസാനിക്കുന്ന അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ടാറ്റ.